ഇനി ഞാൻ പരിപ്പും ചക്കക്കുരു ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ച കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചട്ടിയിൽ പരിപ്പും കുറച്ച് ചക്കക്കുരും തൊലി കളഞ്ഞ് നീളത്തിൽ 4 കഷ്ണാക്കിയത് കഴുകി വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക്, ഒരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നല്ലതുപോലെ വേവിച്ചെടുക്കാം. തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കാം. അങ്ങനെ കറിയിലേക്ക് നമുക്ക് തേങ്ങ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വറവ് ചെയ്താൽ മതി. അങ്ങനെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.